ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ പത്രവാർത്തകൾ അറിയിക്കാൻ സുജിത് എനിക്കിപ്പം ഉള്ളത്. സുജിത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വിസ്മയ ബജറ്റിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് പത്രങ്ങളിൽ വന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. വി ഡി സതീശൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? സാധാരണ അദ്ദേഹം ഇവിടെ വരെ സ്ലീവ് വെക്കുന്നതിന് കുറച്ച് താഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഷർട്ടൊക്കെ ഇട്ട് അദ്ദേഹം വന്നു. വ്യത്യസ്തതകൾ ബജറ്റിലുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. മലയാള മനോരമയിൽ തുറന്നു സമാധാനം, യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചുള്ള സമാധാനത്തിൻ്റെ വാർത്ത ഒന്നാമത്തെ വാർത്തയാക്കുകയാണ് മനോരമ. US ഇറാൻ ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഹോർമൂസിൽ കപ്പലുകൾക്ക് ഇനി സ്വതന്ത്രമായി സഞ്ചരിക്കാം. ലെബനനിലടക്കം യുദ്ധം അവസാനിക്കുമെന്ന ആശങ്ക. വളരെ ദൂരെയുള്ള കാര്യമാണെങ്കിലും നമ്മുടെയൊക്കെ അടുക്കളയിൽ വരെ കയറി വന്ന യുദ്ധമാണ്. ഗ്യാസിനൊക്കെ ക്ഷാമമുണ്ടാക്കിയ യുദ്ധമാണ്. രൂപയുടെ വില കുറച്ച യുദ്ധമാണ്. അതുകൊണ്ട് നമുക്കൊക്കെയും ആശ്വാസമാണ്. നമ്മുടെയൊക്കെയും കുടുംബ ബജറ്റുകളെ വരെ ബാധിച്ച ആ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും കേരളത്തിലിരിക്കുന്ന നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഒന്നാമത്തെ വാർത്ത തന്നെയാണ്. ലെബനൻ വിടാതെ ഇസ്രായേൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും ഇസ്രായേൽ സൈന്യം ഇന്നലെയും തെക്കൻ ലെബനനിൽ ആക്രമണം തുടർന്നു എന്നുള്ളത് അതിനോടൊപ്പം ചേർക്കുന്നു. ഒമാനുമായി ചർച്ച നടക്കുന്നു. ഈ ധാരണാപത്രത്തിലെ 14 എഗ്രിമെൻറ്റുകൾ ഒക്കെ സംബന്ധിച്ച് ഉള്ള വാർത്തകളും പത്രങ്ങൾ ഇന്നലെ മുതൽ നൽകുന്നുണ്ട്. ഇന്നലെ അതിൽ ഒപ്പുവെച്ചത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. 9-ാം പേജിലേക്ക് പോയാൽ ഇറാൻ US ധാരണാപത്രമൊക്കെയായി ബാക്കിയാകുന്ന ചോദ്യം, എന്തിനായിരുന്നു ഈ യുദ്ധം? ഈ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന് ജോമി തോമസിൻ്റെ റിപ്പോർട്ട് മനോരമ ചോദിക്കുന്നു. എണ്ണ ഒഴുകട്ടെ എന്നിപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനാൽ ചോദ്യം ലളിതമാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിച്ചത്? വലിയ തോതിൽ ആൾനാശമുണ്ടായി. ലോക സാമ്പത്തിക വ്യാപാര ക്രമങ്ങൾ താറുമാറായി. ഇറാൻ്റെ ആസ്തികൾ പലതും തകർക്കപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾക്ക് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇതാണ് 100 ദിവസത്തിലേറെ നീണ്ട ഈ യുദ്ധത്തിൻ്റെ നീക്കിയിരിപ്പ്. ഭരണമാറ്റം, ഇറാൻ്റെ ആണവ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കൽ തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലുമായി ചേർന്ന് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളെല്ലാം ട്രംപ് ഇപ്പോൾ സൗകര്യപൂർവ്വം വിഴുങ്ങുന്നു എന്നതടക്കം ചേർത്ത് എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന് ചോദിക്കുന്നു. ഒപ്പം വിദ്യാഭ്യാസ നയത്തിൽ ഇളവ് തേടും PMശ്രീ ഉപസമിതി റിപ്പോർട്ട്. 1 മാസത്തിനകം അതിൽ നിന്ന് പിന്മാറ്റം സാധ്യമോ എന്ന ചോദ്യമൊക്കെ അതേപോലെ തന്നെ ആ വാർത്തയ്ക്ക് തൊട്ടു മുന്നിൽ മനോരമ ചോദിക്കുന്നുണ്ട്. മനോരമയിൽ തന്നെ BJPക്ക് അട്ടിമറി വിജയം. രാജ്യസഭ ജാർഖണ്ഡിലെ കൂറുമാറ്റത്തെക്കുറിച്ചാണ് വാർത്ത. ഉറപ്പുള്ള സീറ്റിൽ കോൺഗ്രസിൻ്റെ പ്രണവ് ഝാ തോറ്റു എന്ന വാർത്തയാണ്. ജാർഖണ്ഡിൽ കോൺഗ്രസ് ജയമുറപ്പിച്ചിരുന്ന രാജ്യസഭാ സീറ്റിൽ BJP പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് അട്ടിമറി ജയം. BJP സ്വതന്ത്രനാണ് അദ്ദേഹം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഗ്രൂപ്പ് പ്രസിഡന്റും കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടറുമായ പരിമൾ നത്വാനിയാണ് ജയിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വിശ്വസ്തൻ പ്രണവ് ഝായ്ക്കാണ് കൂറുമാറ്റം കാരണം അപ്രതീക്ഷിത തോൽവിയുണ്ടായത്. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ചെറുപാർട്ടികൾ പിളരുന്നു, അപ്രതീക്ഷിത തോൽവികളുണ്ടാകുന്നു. അങ്ങനെ ഉള്ള സംഭവവികാസങ്ങൾ, രാഷ്ട്രീയ നാടകീയതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. മാതൃഭൂമിയും സ്വാഭാവികമായി ഒന്നാമത്തെ വാർത്ത യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. തലക്കെട്ടാണ് ശ്രദ്ധേയം. ഒടുവിൽ ഒപ്പ്. 2 പേരുടെയും ഒപ്പ് അതിനൊപ്പം ഇട്ടുവച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെയും പെസഷ്കിയാൻ്റെയും ഒപ്പുകൾ അടക്കം മുൻപേജിൽ വലിയ ആ ഡോക്യുമെൻറ്റിൽ നിന്ന് ആ ഒപ്പിൻ്റെ ഭാഗം സ്കാൻ ചെയ്ത് വാർത്തയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. ഇറാൻ US ധാരണാപത്രം. ഒടുവിൽ തെറ്റിച്ചാൽ ബോംബെന്നുള്ള ട്രംപിൻ്റെ ഭീഷണിയും, കരാർ ലംഘിച്ചാൽ ഇറാന് നേരെ ശക്തമായ ബോംബാക്രമണം പുനരാരംഭിക്കും എന്ന് ട്രംപ് പറഞ്ഞതടക്കമുണ്ട്. ഹോർമുസ് തുറന്നു എന്നുള്ള വാർത്തയും അതിനൊപ്പം ഉണ്ട്. ഒപ്പം ബജറ്റിൽ നിന്നാണല്ലോ, ബജറ്റിൻ്റെ വാർത്ത എല്ലാ പത്രത്തിലുമുണ്ട്. പക്ഷേ മാതൃഭൂമി വളരെ രസകരമായ ലേഔട്ടിലാണ് ഇന്ന് ബജറ്റിൻ്റെ വാർത്ത ചേർത്തിരിക്കുന്നത്. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വായന ഇന്ന് 9 മണിക്ക്. അതിനൊപ്പം വായനയാണ് ധനം, വായനയിലാണ് ഭാവി എന്നുകൂടി ഒരു പുസ്തകത്തിൻ്റെ പുറത്ത് കേരളത്തിൻ്റെ രേഖാചിത്രത്തോടു കൂടി ചേർത്തിരിക്കുകയാണ്. ഇന്ന് വായനാ ദിനമാണെന്ന് ഓർക്കണം. ഒപ്പം വായനയാണ് ധനം എന്നുള്ളത് ബജറ്റുമായും ചേർത്ത് വെക്കാം, വായനാ ദിനവുമായും ചേർത്ത് വെക്കാം. അങ്ങനെ രസകരമായ ലേഔട്ടിലാണ് അത് കൊടുത്തിരിക്കുന്നത്. വികസനം, വിഴിഞ്ഞം തുറമുഖ പ്രദേശം, വ്യവസായ ചരക്ക് നീക്ക ഹബിന് സാധ്യത, ജനക്ഷേമത്തിൽ എന്തുണ്ടാവും, മത്സ്യത്തൊഴിലാളി ക്ഷേമവും കരുതലും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. സാമ്പത്തികത്തിൽ ധനപ്രതിസന്ധി ലഘൂകരിക്കാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി നടപ്പാക്കും എന്ന് മാതൃഭൂമി ഊഹിക്കുന്നു. ഗതാഗതം, തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ പദ്ധതിക്കുള്ള സാധ്യത പരിശോധിക്കും എന്നതടക്കം അതിലുണ്ട്. ഗവർണറെ സർക്കാർ അതൃപ്തി അറിയിച്ചു എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടെ മുൻപേജിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ, ഗവർണർ ഭരണകാര്യത്തിൽ ഇടപെട്ടതിൽ അതൃപ്തി അറിയിച്ച സർക്കാർ. അതായത് യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം സർക്കാർ അറിയാതെ ഗവർണർ വിളിച്ചു കൂട്ടിയതിനെതിരെ ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം സംസാരിച്ചിരുന്നു. സർക്കാരും ഇപ്പോൾ ഗവർണറെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ലോക്ഭവനിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇന്നലെ മാതൃഭൂമിയാണ് പ്രാധാന്യത്തോടെ കാർട്ടൂൺ അടക്കം ഈ വാർത്ത മുൻപേജിൽ പ്രസിദ്ധീകരിച്ചത്. അത് ഒരു വാർത്തയ്ക്കൊപ്പം ഇന്നലത്തെ വാർത്ത ചെറിയതായി മാതൃഭൂമി വീണ്ടും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയാണ് പ്രാധാന്യത്തോടെ ആ വാർത്ത ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയത് എന്ന് നമുക്കറിയാം. ശിവസേന പിളർപ്പിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പാർട്ടികളും പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തത് 3 പേർ മാത്രം. ഉദ്ധവ് താക്കറെയുടെ ശിവസേന പിളർപ്പിലേക്ക് നീങ്ങുന്നു. 6 അംഗങ്ങൾ NDAയിലേക്ക് മാറുകയാണ്. വിപ്പ് ലംഘിച്ച 6 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ശിവസേന നൽകിയിട്ടുണ്ട്. വഞ്ചകരെ പാഠം പഠിപ്പിക്കുന്ന അരവിന്ദ് സാവന്ത് പറയുന്നു. വ്യാഴാഴ്ച ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വിപ്പ് ലംഘിച്ച 6 അംഗങ്ങൾ ലോക്സഭാംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് ഇതിൻ്റെ തുടക്കമുണ്ടായത്. ഉദ്ധവ് താക്കറെ പിളർന്ന് പകുതി NDAയിലേക്ക് പോകുന്നു എന്ന വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇനി മംഗളത്തിലേക്ക് വന്നാൽ സമാധാനം ഒന്നാമത്തെ വാർത്തയായി തന്നെ ഇടതുവശത്തുണ്ട്. 2ആയി വിഭജിച്ചിരിക്കുകയാണ് മംഗളം പത്രം. 2ാം പകുതിയിൽ എബോളയും ചോദ്യം ചിഹ്നമാണ്. ഷിഗല്ല, നിപ്പ, മലേറിയ, ഡെങ്കി, H1N1 അങ്ങനെ കേരളത്തിൽ ഇല്ലാത്ത രോഗങ്ങൾ ഇപ്പോഴില്ല. അതിനൊപ്പം എബോളയും എന്നുകൂടി ഒരു സംശയം നമുക്കുണ്ട്. കാരണം സുഡാനിൽ നിന്ന് വന്ന ഉഗാണ്ടയിൽ നിന്ന് സുഡാൻ വഴി കേരളത്തിലെത്തിയ ഒരു വനിതയ്ക്ക് എബോള ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ സംശയിച്ച് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അവരുടെ സാമ്പിൾ. എബോളയും ഉണ്ടോ എന്ന ഭീതിയാണ്. പകർച്ചവ്യാധികളിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്ത് എബോള ഭീതിയും. ദക്ഷിണ സുഡാനിൽ നിന്ന് നാട്ടിലെത്തിയ പാലാ സ്വദേശിനി എബോള വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 19 പേർക്ക് കൂടി ഷിഗല്ല വന്ന വാർത്തയും അതോടൊപ്പം തന്നെയുണ്ട്. മറ്റൊരു കാര്യം, എന്തായാലും ബജറ്റാണല്ലോ എന്ന്, സതീശൻ്റെ ബജറ്റും ചില കൗതുകങ്ങളും എന്ന് പറഞ്ഞ മംഗളത്തിൻ്റെ ഉൾപേജിലൊരു വാർത്തയുണ്ട്. ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ള കൗതുകമുണ്ട്. 4ാം കേരള സഭയിൽ കോൺഗ്രസ് കക്ഷിയുടെ ഉപനേതാവ് കൂടിയായിരുന്നു, അല്ല അത് നേരത്തെയാണ്, മുമ്പ് 2ാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്നുള്ള അംഗമായിരുന്ന KT ജോർജ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. 72 ഫെബ്രുവരി 25-നായിരുന്നു അദ്ദേഹം കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. അദ്ദേഹം 4ാം കേരള നിയമസഭയിൽ കോൺഗ്രസ് കക്ഷിയുടെ ഉപനേതാവായിരുന്നു. ഇതിനു മുമ്പ് പറവൂരിൽ നിന്നുള്ള ഒരു അംഗം അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായൊരു നേട്ടം മുഖ്യമന്ത്രി VD സതീശനെ തേടിയെത്തും. കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന 3ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന ബഹുമതിയാണ് സതീശന് സ്വന്തമാകുന്നത്. ഇതിനു മുമ്പ് R ശങ്കർ 63-ലും 64-ലും 65-ലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി നേരത്തെ 2016-17 വർഷങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ KG അടിയോടി, MK ഹേമേന്ദ്രൻ, S വരദരാജൻ നായർ, CV പത്മരാജൻ, K ശങ്കരനാരായണൻ, വക്കം പുരുഷോത്തമൻ എന്നിവരും വിവിധ ഘട്ടങ്ങളിൽ ധനമന്ത്രിമാരായി ബജറ്റ് അവതരിപ്പിച്ചു. ഇത് 3ാം തവണ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന കേരള ചരിത്രത്തിലെ പ്രത്യേകത കൂടി ഇന്ന് VD സതീശൻ്റെ പേരിനൊപ്പം റെക്കോർഡായി, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായി എഴുതി ചേർക്കപ്പെടുകയാണ്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കീഴടങ്ങിയത് എന്തിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. PM ശ്രീയാണ് വിഷയം. PM ശ്രീയിൽ UDF നയം മാറ്റിയോ എന്ന് ഇന്നലെ പിണറായി വിജയൻ ചോദിച്ചത് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ. പണം ലഭിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതാവിരുദ്ധം. അതായത് ഇത് ഒപ്പിട്ട് പോയി, ഇതിൽ നിന്ന് പണം കൈപ്പറ്റിപ്പോയി, അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് പിന്മാറാനാവില്ല എന്ന് മുമ്പ് തീർത്ത ഈ പദ്ധതിയിൽ തുടരാനുള്ള കാരണമായി മുഖ്യമന്ത്രി പറയുന്നതിനെ പണം കേരളം വാങ്ങിയിട്ടില്ല, കിട്ടിയത് SSA ഫണ്ടാണ് എന്ന് ആവർത്തിക്കുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ്. ഒപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ഇതുതന്നെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം പിന്മാറിയിരുന്നു, കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലം പുറത്ത് എന്ന് പിൻവാങ്ങൽ കത്തിൻ്റെ കോപ്പിയടക്കം, കേരളം നൽകിയ സത്യവാങ്മൂലമടക്കം ഇന്ന് ദേശാഭിമാനി മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം തലസ്ഥാനത്ത് എംപോക്സും മറ്റൊരു രോഗം, എബോള, ഷിഗല്ല ഭീഷണികളൊക്കെ അതിൻ്റെ കൂടെ ബ്രേക്കില്ലാതെ പകർച്ചവ്യാധികളെന്നാണ് പറയുന്നത്. നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ ആശങ്കയേറ്റി എംപോക്സും. തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് ജില്ലയിലെ പുല്ലയിൽ വാർഡിൽ 45-കാരനാണ് എംപോക്സ് ബാധിച്ചിരിക്കുന്നത്. ഗുരുതരമായ അസുഖമാണ്. അത് കൂടുതൽ പേരിലേക്ക് പടരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആരോഗ്യവകുപ്പ് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേശാഭിമാനിയിൽ തന്നെ 7ാം പേജിലേക്ക് പോയാൽ നീറ്റിൽ ഇന്നലെയും 2 കുട്ടികൾ ജീവനൊടുക്കിയ ദുഃഖകരമായ വാർത്ത നമുക്കറിയാം. നീറ്റിൽ ഇതേവരെ നീറിപ്പൊലിഞ്ഞത് 14 വിദ്യാർത്ഥികളാണെന്ന് എണ്ണിപ്പറയുന്നു ദേശാഭിമാനി. നീറ്റ് ചോർച്ചയെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. വ്യാഴാഴ്ച മരിച്ച കുട്ടികൾ ഉൾപ്പെടെ പരീക്ഷ റദ്ദാക്കിയതിന് ശേഷം 14 വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ജീവനൊടുക്കിയത്. അതിന് പകരം
പരിഹാര നടപടികളായി ടെലഗ്രാം ആപ്പ് നിരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. വീക്ഷണമെടുത്താൽ വിസ്മയ പ്രതീക്ഷ എന്ന് ബജറ്റിനെ കുറിച്ച് വിസ്മയപ്പെടുകയാണ്, പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് വീക്ഷണം. സംസ്ഥാന ബജറ്റ് രാവിലെ 9-ന് മുഖ്യമന്ത്രി അവതരിപ്പിക്കും. സാമ്പത്തിക വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നാണ് ഈ ബജറ്റ്. സദ്ഭരണം, സഹാനുഭൂതി എന്നിവ മുൻനിർത്തിയാണ് ബജറ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം എന്ന് വീക്ഷണം പറയുന്നു. ഒപ്പം വീണിതല്ലോ എന്ന് മറ്റൊരു വാർത്ത. വീണ തൈക്കണ്ടിയിലിനെ കുറിച്ചുള്ള വാർത്തയാണ്. വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട്, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് വീക്ഷണം പറയുന്നു. മാസപ്പടിയിൽ SFIO രേഖകൾ EDക്ക് കിട്ടി, അതനുസരിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കും എന്നാണ് വീക്ഷണം അവരുടെ വാർത്തയായി പറയുന്നത്. ഇനിയിപ്പോൾ ചന്ദ്രികയിലേക്ക് വന്നാൽ US ഇറാൻ ഒപ്പ് തന്നെയാണ് അവരുടെ പ്രധാന വാർത്ത. യുദ്ധവിരാമ കരാറിൻ്റെ MOU ഒപ്പിട്ട് ട്രംപും പിഷസ്കിയാനും. അത് ഒന്നാമത്തെ വാർത്ത സ്വാഭാവികമായിട്ടും അവിടെ ആകുന്നു. 3-ാം പേജിൽ അമേരിക്കയ്ക്ക് ഇത് നാണക്കേടിൻ്റെ കരാറാണ് എന്ന് പറയുന്നു ചന്ദ്രിക. 4 മാസം നീണ്ടുനിന്ന ചോരപ്പുഴയ്ക്കും ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കും താൽക്കാലിക ശമനമേകി US ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രം അമേരിക്കയുടെ തോൽവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുദ്ധം അവസാനിപ്പിച്ച് ഒപ്പുവെച്ച ഈ താൽക്കാലിക കരാർ വൻതോതിൽ പണമൊഴുക്കുകയും സൈനികരുടെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്ത അമേരിക്കയുടെ വട്ടപൂജ്യം പരാജയമാണെന്ന് ആണ് നയതന്ത്ര വിദഗ്ധരും US രാഷ്ട്രീയ നേതൃത്വങ്ങളും വിലയിരുത്തുന്നത്. ഇറാനെ പൂർണ്ണമായും മുട്ടുകുത്തിക്കുമെന്ന ഗീർവാണങ്ങളോടെ യുദ്ധത്തിനിറങ്ങിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാണം കെട്ട് പിൻവാങ്ങുകയാണ് എന്ന് ചന്ദ്രിക ഈ കരാറിനെക്കുറിച്ചുള്ള വിശകലന വാർത്തയിൽ പറയുന്നു. ജന്മഭൂമിയിൽ ഒന്നാമത്തെ വാർത്ത ഇതൊന്നുമല്ല, അവയവ കടത്ത്. സംസ്ഥാനത്ത് EDയുടെ വ്യാപക റെയ്ഡ് എന്നുള്ള EDയുടെ ഇന്നലത്തെ റെയ്ഡിൻ്റെ വാർത്ത. ആശുപത്രികൾ, പ്രമുഖ ആശുപത്രികളിൽ നടന്ന 3ഇടത്തായി നടന്ന റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തയാണ് അവർ ഒന്നാം വാർത്തയാക്കിയിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കടത്ത് കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് EDയുടെ വ്യാപക റെയ്ഡ് നടന്നു. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികളിലും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികളിലും അവയവക്കടത്തിലെ ഇടനിലക്കാരായ കൊല്ലത്തെ 2 പേരുടെ വീടുകളിലും എറണാകുളത്തെ ഒരു സ്ഥാപനത്തിലുമായിരുന്നു റെയ്ഡ് എന്നടക്കം എവിടെയൊക്കെ റെയ്ഡ് നടന്നു അതിൻ്റെ വിശദാംശങ്ങൾ അടക്കമാണ് വാർത്ത. അവയവദാന മാഫിയ, ഓപ്പറേഷൻ ഇവിടെ, സർജറി വിദേശത്ത്, വ്യാപകമായി കള്ളപ്പണ ഇടപാടുമെന്ന് അതിനൊരു ഉപവാർത്തയും ജന്മഭൂമി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത PM ശ്രീ തന്നെയാണ്. PM ശ്രീ നിലപാടിൽ മാറ്റമെന്ന് വിമർശനം. തിരിഞ്ഞുകുത്തി UDF സർക്കാരിനെതിരെ BJP ഡീൽ ഉന്നയിച്ച് LDF. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിട്ടതിനാൽ പിന്മാറാനാവില്ലെന്ന സാങ്കേതികവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകാനുള്ള UDF സർക്കാർ തീരുമാനം UDFന് രാഷ്ട്രീയമായി തിരിച്ചടിക്കുന്നു. അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. PM ശ്രീ ഒപ്പിട്ട കാലത്ത് അന്നത്തെ LDF സർക്കാരിനെതിരെ അഴിച്ചുവിട്ട ആരോപണങ്ങളെല്ലാം UDF സർക്കാരിനെ ഇപ്പോൾ തിരിഞ്ഞ് കുത്തുകയാണ് എന്നാണ് പറയുന്നത്. KM ഷാജിയുടെ ഒരു കാർട്ടൂണുണ്ട്. അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞാൽ എറിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ കരാർ അറബിക്കടലിൽ എറിയുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇന്നലെ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പ്രസംഗത്തിൽ പലതും പറയും എന്നാണല്ലോ. PM ശ്രീയാണോ അറബിക്കടലിൽ എറിയുക എന്ന് കാർട്ടൂണിൽ ചോദിക്കുന്ന ഒരാൾ അല്ല, അതിനെ എതിർക്കുന്നവരെ അറബിക്കടലിൽ എറിയുമെന്ന് ഷാജി ഉത്തരം പറയുന്നതായിട്ടാണ് മാധ്യമത്തിൻ്റെ ഹാസ്യം. കേരള കൗമുദിയിലേക്ക് വന്നാൽ വിസ്മയ ബജറ്റ് ഇന്ന് എന്ന് പറഞ്ഞിട്ട് VD സർക്കാർ സതീശൻ സർക്കാർ ബജറ്റിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് ഒരു ഇൻഫോഗ്രാഫിക്സിലൂടെ അവർ പറയുന്നു. 10 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. പത്രം ഇങ്ങനെ കറക്കിയാലേ വായിക്കാൻ പറ്റൂ. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക ഭാഗികമായി നൽകിയേക്കും. വ്യവസായം, പൊതുമേഖലാ നഷ്ടം കുറയ്ക്കാൻ നടപടിയുണ്ടായേക്കും. സ്റ്റാർട്ടപ്പ്, കൂടുതൽ ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. യുവതലമുറയ്ക്കായി വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം പ്രതിമാസ സഹായം തുടങ്ങി 10 കാര്യങ്ങൾ എണ്ണി പറയുകയാണ് കേരള കൗമുദി. ഇതൊക്കെ ബജറ്റിൽ ഉണ്ടാവുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ബജറ്റ് വിശേഷങ്ങളിലേക്ക് തിരിച്ചു പോകാം. സേതു. ഓക്കെ സുചന്ദ്രൻ.